ദേവാമൃതം. നമസ്കാരം. ദൈവചിന്തകളെ സ്വാംശീകരിച്ച് നമ്മിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ മൂല്യങ്ങളെ നിലനിർത്തുവാനും തിരികെ കൊണ്ടുവരുവാനുമായി ശ്രമിക്കുന്ന ദേവാമൃതത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ. സാഗരം അറിവിൻ്റെ സാഗരം ഗുരുസാഗരം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തേന തസ്മൈ ശ്രീഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാന്റെ ജീവകാരുണ്യ പഞ്ചകത്തിലൂടെയാണ് നാം യാത്ര തുടങ്ങിയിരിക്കുന്നത്. കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ, തെല്ലും കൃപയറ്റ് ഭുജിക്കയതും. ഭഗവാൻ ഒരു രോദനം പോലെയാണ് ചോദിക്കുന്നത്. എങ്ങനെ സാധിക്കുന്നു മറ്റൊരു ജീവിയെ കൊല്ലുവാനായിട്ട്? ഏതൊരു ജീവിക്കും അതിൻ്റെ പ്രാണൻ വളരെ വലുതാണ്. നിങ്ങൾ നോക്കൂ, ഒരു ഉറുമ്പ് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിരൽ കൊണ്ട് അതിനെ ഒന്ന് തൊട്ട് നോക്കൂ. പെട്ടെന്ന് അതിന് മരണഭയം വരും. എന്നിട്ട് ഈ ജീവി എങ്ങനെയും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടും. നാം അതിനെ പിന്തുടർന്നാൽ അത് അവസാന നിമിഷം വരെ അതിൻ്റെ പ്രാണനെ ആ ഉറുമ്പെന്ന് പറയുന്ന ചെറിയ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓടും. നിങ്ങൾ ആശുപത്രികളിൽ ചെന്ന് നോക്കൂ. കൈയും കാലും അനങ്ങാൻ വയ്യാഞ്ഞിട്ടും ആരെങ്കിലുമൊക്കെ കഞ്ഞിയോ ഭക്ഷണമോ ഒക്കെ കോരി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ കിടക്കുന്ന ഒരാളോട് നിങ്ങൾ ചോദിക്കുക, ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് പറയും. എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വരണമെന്ന് പറയും. ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന ആ പ്രാണന് അത് ശരീരം വിട്ടുപോകുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാ ജീവികളിലും മരണഭയം എന്ന് പറയുന്ന സാധനമുള്ളത്. നമുക്ക് മരിക്കാൻ ഭയമുള്ളതുപോലെ, ജീവിക്കാൻ ആഗ്രഹമുള്ളതുപോലെ പ്രാണൻ സഞ്ചാരമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഈ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കടുവ ഇട്ട് ഓടിക്കുമ്പോഴത്തേക്ക് മാൻ അല്ലെങ്കിൽ മുയൽ അതിൻ്റെ ജീവിതാവസാനം വരെയും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കടിച്ചു കീറിയാലും ബാക്കിയുള്ള ഭാഗം കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഈ ജീവികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെ നാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാൻ അത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണൻ പോകുന്നതിൽ വേദനയുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഉറ്റവർ മരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കേണ്ടത്? അപ്പോൾ എങ്ങനെ ഒന്നിനെ കൊല്ലാൻ തോന്നും? എന്നിട്ടോ തെല്ലും കൃപയറ്റ് എങ്ങനെ അതിനെ കഴിക്കാൻ തോന്നും? അത് മരിച്ചു കിടക്കുന്നതും അതിനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രാണൻ പോകുന്ന അവസ്ഥയിൽ അത് കിടന്ന് പിടയുന്നതുമൊക്കെ കണ്ടിട്ട് ഒരു മനസാക്ഷിയുമില്ലാതെ, ഒട്ടും തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപം തോന്നാതെ അതിനെ വലിച്ചു കീറി അതിൻ്റെ മാംസഭാഗം എടുത്ത് നാം ഭക്ഷിക്കുന്നു, രുചിയോടെ ഭക്ഷിക്കുന്നു, സന്തോഷത്തോടെ ഭക്ഷിക്കുന്നു, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വിളമ്പി കൊടുക്കുന്നു, ആർത്തി തീരും വരെ വിളമ്പി കൊടുക്കുന്നു, ഇഷ്ടമുള്ളത്രയും വിളമ്പി കൊടുക്കുന്നു. അതിലൂടെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സന്തോഷിക്കുമ്പോൾ പ്രാണൻ പോയ ആ ജീവി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കില്ലേ? എന്നിട്ട് ഇതുപോലെ ഭക്ഷണം കഴിച്ച് ഈ ജന്തുക്കളെല്ലാം ഭക്ഷിച്ച്
നമ്മുടെ ഉദരത്തിന് വ്യാധിയുണ്ടായി അസുഖമുണ്ടായി കഴിയുമ്പോഴത്തേക്ക്, ക്യാൻസറോ മറ്റുള്ള അസുഖങ്ങളൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് RCCയിലോ മെഡിക്കൽ കോളേജിലോ പോയി കിടന്നിട്ട് മുകളിലേക്ക് ദൈവത്തെ നോക്കിയിട്ട് ദൈവമേ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് കേഴുമ്പോൾ ദൈവം ആദ്യം കേട്ട കരച്ചിലിന് മറുപടി കൊടുക്കണ്ടേ? നമ്മൾ കൊന്നു നിന്ന ജീവികളുടെ ആ കരച്ചിൽ, അവരുടെ പ്രാണൻ പോയപ്പോൾ അവർ കരഞ്ഞത് കേൾക്കണ്ടേ ദൈവം? അത് കേട്ടിരിക്കുന്നു ദൈവം. നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ അർഹതയില്ല. ഓർക്കുക എല്ലാവരും, തുടരുക കേൾക്കുവാനായിട്ട്. ഇന്നേക്ക് നമസ്തേ. ദേവാമൃതം